കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്ന്. അപ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നത് പിശാചിനാലും വരാം, ദൈവത്താലും വരാം. ദൈവം അനുവദിച്ചിട്ട്, ദൈവം ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നില്ല, ദൈവം അനുവദിച്ചിട്ട് പിശാച് വന്ന് പരീക്ഷിക്കുന്നതുകൊണ്ട്, അല്ലാതെ പിശാച് ദൈവത്തോടുകൂടെ കൽപ്പന ചോദിക്കുന്ന നേരെ നമ്മോട് വന്ന് പരീക്ഷിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ ആത്മാവാണ് നടത്തിയത്, പരീക്ഷ കൊടുത്തത് പിശാചാണ്. അപ്പോൾ അവിടെ നാം താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ 3 തരത്തിൽ പൈശാചികൻ അന്ന് പരീക്ഷിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും യേശുക്രിസ്തു വചനം കൊണ്ടാണ് ജയിച്ചതും വചനം പറയുമ്പോൾ പിശാച് അവനെ വിട്ട് മാറിപ്പോയതായിട്ടും കാണുന്നു. പ്രിയ ദൈവമക്കളെ, നാം പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പരീക്ഷണങ്ങൾ വരാം. അതൊരു സാമ്പത്തികമായ പരീക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ ആ ഒരു തെറ്റായ ഒരു ജീവിതം കൊണ്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സമാധാനക്കേടുകളായിരിക്കാം. അപ്പോൾ എങ്ങനെയോ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം എങ്ങനെയാണ് അതിനെ നാം അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ മേற்കൊള്ളുന്നതെന്ന് നാം ചിന്തിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ നാം യേശുക്രിസ്തു ചെയ്തതുപോലെ നാം വചനം കൊണ്ടാണ് ആ ഒരു പരീക്ഷകളിൽ നാം ജയിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു പരീക്ഷണങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ഇല്ല, നമുക്ക് വരുന്ന പരീക്ഷണങ്ങൾ ലോകപ്രകാരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ചിന്ത, നമ്മുടെ പണം കൊണ്ട് നാം ജയിക്കുവാൻ നോക്കുമ്പോൾ പലപ്പോഴും അത് തോൽവിയിലേക്ക് മാറുന്നു, നാം തോറ്റുപോകുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമുക്ക് തരുന്ന പരീക്ഷണങ്ങൾ അത് ഏത് തരത്തിലുള്ളതെന്ന് നാം തിരിച്ചറിഞ്ഞ് നാം ലോകപ്രകാരമായിട്ട് അതിനെ നാം അഭിമുഖീകരിക്കാതെ ദൈവവചന മുഖാന്തരം പൈശാചികനെ തോൽപ്പിച്ച് പരീക്ഷകളിൽ ജയിച്ച് ദൈവരാജ്യത്തിൽ പോകുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ ഈ ലോകയാത്രയിൽ പലതരങ്ങളിൽ പല നേരങ്ങളിൽ ഞങ്ങൾക്ക് ഇതേ പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. കർത്താവെ, ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ജയിക്കുവാനും കർത്താവെ നാം സ്വീകരിക്കുവാനും അങ്ങയിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനും ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബലത്തിലോ പണബലത്തിലോ ആൾബലത്തിലോ ഞങ്ങൾ ആശ്രയിക്കാതെ കർത്താവിൽ തന്നെ ആശ്രയിപ്പാൻ നമുക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.